എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് സ്പെഷ്യലായിട്ടൊരു നൈറ്റി തയ്ച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത്, ഇത് നൈറ്റി പീസ് 4ആയിട്ട് മടക്കിയേക്കണം കേട്ടോ. മടക്ക് ഭാഗമാണ് മോഡൽ വന്നത്. ആ ഭാഗത്തു നിന്ന് ഒരു 11.5 ഇഞ്ച് യോക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ച് ഷോൾഡർ വിഡ്ത്തും, 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, പിന്നെ 6.5 ഇഞ്ച് നെക്ക് ലെങ്ത്ത്. മുകളിലുള്ള ആ ഷോൾഡറിൻ്റെ അളവ് തന്നെയാണ് ആ ഭാഗത്തും. ഇവിടെ ഒരു 7 ഇഞ്ച് കേട്ടോ ലെങ്ത്ത്, കൈക്കുഴിയുടെ ഭാഗമാണ്. ബാക്കിയുള്ളത് നമ്മൾ ബോഡി പീസും വേണം കട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈനീളം ഒരു 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കൈവണ്ണം, 9.5 ഇഞ്ച് കൈവണ്ണം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 8.5 ഇഞ്ച് മുൻകൈവണ്ണം. കൈവണ്ണം മാർക്ക് ചെയ്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കണ ആ ഭാഗത്താണ് കേട്ടോ കൈവണ്ണം മാർക്ക് ചെയ്യണത്. ആ ചെസ്റ്റിൻ്റെ അളവ് 12 ഇഞ്ച്, അവിടെയാണ് നമ്മൾ മുകളിൽ നിന്നുള്ള കൈവണ്ണം മാർക്ക് ചെയ്തിരുന്നത്. ആ ഭാഗം നേരെ അങ്ങനെ വരക്കുമ്പോൾ ആ 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ 2.5 ഇഞ്ചാണ് നമുക്ക് കിട്ടണത്. അത് ഇവിടെ 3 ഇഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. തയ്യൽത്തുമ്പോഴോട് 3 ഇഞ്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് 9.5 അവിടെ നിന്ന് ചെരിച്ച് അങ്ങോട്ട് വരച്ചെടുക്കും. ഇതിവിടെ കിട്ടേണ്ട ഈ അളവ് ഇവിടെയാണ് നമുക്ക് ബോഡി പീസിൽ ജോയിൻ ചെയ്ത് ചേർക്കേണ്ടത്. അതിന് വേണ്ടിയാണ് അളവ് അവിടെ തന്നെ മാർക്ക് ചെയ്തേക്കണത്. പിന്നെ അവിടെ നിന്ന് ബോഡി പീസിൻ്റെ ആ ഷേപ്പും നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ അളവുകൾ. ഇത് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്നും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അളവ് ഞാൻ ഒന്നും കൂടി പറയണതാണിത്. നിങ്ങളൊരു പേപ്പറിൽ ഈ അളവ് വെച്ച് ഇതേ അളവിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് എടുത്തേക്കണ രീതി മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ അളവിൽ നിങ്ങൾക്കൊരു നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കും ഫ്രണ്ടും ഒരേ കട്ടിങ്ങാണ് കേട്ടോ. അപ്പോൾ ആ യു ഷേപ്പ് കഴിഞ്ഞിട്ട് 7 ഇഞ്ചിൻ്റെ അവിടെ വരുമ്പോൾ നേരെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ആ 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇത് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് ഇങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്ലീവിൻ്റെ അവിടെയുള്ള ചെരിവില്ലേ, അത് ആ ബോഡി പീസിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ, അതിങ്ങനെ വരും. അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ പീസ് തന്നെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. പിന്നെ ബോഡി പീസ് പോലത്തെ ആ ഷേപ്പ് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇത്രേ ഉള്ളൂ കട്ടിങ്. സിമ്പിളാണ്. ഈ അളവ് നമ്മൾ മാർക്ക് ചെയ്തേക്കണം മനസ്സിലാക്കി വെച്ച് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈ നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈഡ് സ്വല്പം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒരുപാട് വീർത്തിരിക്കണവർ തോന്നും വണ്ണമില്ലാത്തവർക്കൊക്കെ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിതിന് ഈ നൈറ്റിക്ക് ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് കളറിലുള്ള പീസാണ് വെച്ചെടുക്കുന്നത്. അത് ഞാനിവിടെ ഒരു കോളർ സ്പ്രേ ഇത് നെക്ക് സ്പ്രേ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാക്ക് സെയിം കളർ തന്നെ കേട്ടോ. ഫ്രണ്ടിൽ മാത്രം നമ്മൾ പീസിൻ്റെ കളർ മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ വർക്കൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ നെക്ക് സ്പ്രേ ഒട്ടിച്ചേക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നെക്ക് സ്പ്രേ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഓപ്പോസിറ്റ് ഏതെങ്കിലും കളർ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് ഫ്രണ്ട് ഒരുമിച്ചാണല്ലോ യോക്ക് കട്ട് ചെയ്യണേ. അപ്പോൾ നെക്ക് വെട്ടുമ്പോൾ ഇതേപോലെ ഷോൾഡർ കട്ട് ചെയ്യണേക്കുമ്പോൾ തന്നെ നെക്ക് വെട്ടണം കേട്ടോ. ബാക്ക് പീസും നമുക്ക് വേണ്ടതാണ്. ഇതിന് വേറെ പീസൊന്നുമില്ല. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ കളർ മാച്ചിങ് ആയിട്ട് ചെയ്യുമ്പോൾ ആ പീസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ പീസ് നമ്മൾ ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും വേറെ വേറെ വെട്ടാണ്ട് ഒരുമിച്ച് വെട്ടിയെടുത്താൽ നമുക്ക് ആ പീസ് അവിടെ ഉപയോഗിക്കാം. ഈ ഷേപ്പിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കും കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത യോക്ക് പീസ് മെന്ന് ഒരു 4.5 ഇഞ്ച് അടിയിൽ വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് തയ്ക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നെക്ക് പീസ് നമ്മൾ കളയാണ്ട് ബാക്കും ഫ്രണ്ടും വേറെ വേറെ വെട്ടാണ്ട് വെട്ടിയെടുക്കണമെന്ന്. ആ പീസാണ് മറ്റേത്. ഇത് നമ്മുടെ ഫ്രണ്ടിലെ ആ പീസ് അതൊരു പേപ്പറിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി വേറെ ഇതിൻ്റെ കൂടെ പീസ് ചേർത്ത് കഴിയുമ്പോൾ ആ അളവ് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ അളവ് നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യണേക്ക് മുമ്പ് തന്നെ, ഈ പീസ് കട്ട് ചെയ്യണേക്ക് മുമ്പ് തന്നെ നമ്മൾ പേപ്പറിൽ പാറ്റേൺ വെട്ടി മാറ്റും അതിൻ്റെ. അല്ലെങ്കിൽ ഇതിവിടെ 3 പീസായിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പീസാക്കണേക്ക് മുമ്പ് തന്നെ നമ്മളിതൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കും. ഇതെവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ സെൻറ്റർ പീസ് ഒപ്പം 3ആക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നെക്കിൻ്റെ പീസാണ് നമ്മൾ ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കണത്. അതിന് വേണ്ടിയിട്ടാണ് ബാക്കും ഷോൾഡർ കട്ട് ചെയ്യണേക്കുമ്പോൾ ബാക്കും നെക്കും വെട്ടണം എന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ 3 പീസല്ലേ നമുക്ക് വേണ്ടത്. സെൻറ്ററിൽ നമ്മൾ മറ്റേ കളർ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം സെൻറ്ററിൽ ഈ പീസ് ഞാൻ ഒപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഉണ്ട്. അപ്പോൾ സെൻറ്ററിലെ പീസിന് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമുക്കിനി അതിന് വേണ്ട വണ്ണം മാർക്ക് ചെയ്യണം. സെൻറ്ററിലും നമുക്ക് മറ്റേ പീസിൻ്റെ ഒപ്പം തന്നെയുള്ള പീസ് വേണം. അപ്പോൾ അതിനുള്ള അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചും പിന്നെ അപ്പുറം ഇപ്പുറമുള്ള തയ്യൽ തുമ്പ്, അങ്ങനെ 2.5 ഇഞ്ചിലാണ് വിട്ടിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. എല്ലാ പീസും 2.5 ഇഞ്ച് വെച്ച് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് 3 പീസായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് 3 നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ ഇല്ലേ, അത് വെച്ച് നമ്മളിത് ഒപ്പാക്കി എടുക്കുകയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ. ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ ഷേപ്പ് വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ പിടിച്ച് വെച്ചടിക്കണം കേട്ടോ. ഇതേപോലെ പൊളഞ്ഞിങ്ങനെ വരും. അതങ്ങനെ തന്നെ വരുള്ളൂ, കാരണം ആ ഷേപ്പിൻ്റെ ഇതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിത് പുറങ്ങാണി അടിച്ചെടുക്കും. അപ്പോൾ പുറങ്ങാണി അടിക്കണേക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 പീസും ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഉണ്ട്. പിന്നെ എന്നിട്ട് ഈ അരികെ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ പുറങ്ങാണി അടിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒപ്പം മടക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പേപ്പർ പാറ്റേൺ ഇല്ലേ, അത് വെച്ചിട്ട് നമ്മളിത് ബാക്കിയുള്ള അരികൊക്കെ ലെവലാക്കി എടുക്കും. അപ്പോൾ ഞാൻ പേപ്പർ പാറ്റേൺ വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇപ്പോൾ പുറങ്ങാണി അടിച്ചിട്ടുണ്ടായില്ല. നമുക്ക് ഈ പുറങ്ങാണി ഈ സമയത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റേ യോക്ക് പീസിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് പൈപ്പിങ്ങാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പൈപ്പിങ്ങിന് വേണ്ടി ഞാൻ ക്രോസ് പീസ് കട്ട് എടുത്തിട്ട് അതിനകത്ത് ആ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ പൈപ്പിങ് ചെയ്യണേ. അപ്പോൾ അതിന് 1 സൈഡ് പ്രഷർ ഫുട്ട് ഉപയോഗിച്ച് ഞാൻ ആ ക്രോസ് പീസിൽ ത്രെഡ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആ യോക്ക് പീസുമ്പോൾ ഇങ്ങനെ അരികത്ത് കൂടെ വെച്ചടിക്കും. ആ സെൻറ്റർ പീസ് വെച്ചടിക്കില്ലേ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത്, അതിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ വെച്ചടിക്കും. എന്നിട്ടിങ്ങനെ വെച്ചടിച്ച് കഴിഞ്ഞിട്ട് ഈ ക്രോസ് പീസിന് കുറച്ച് തുമ്പുണ്ടാവുമല്ലോ, ആ തുമ്പ് ഈ പീസിൻ്റെ അരികത്ത് ഇങ്ങനെ മടക്കി വെച്ചടിച്ചാൽ നമുക്ക് ആ തയ്യൽ തുമ്പ് കവർ ചെയ്ത് കിട്ടും. അരികത്ത് മാത്രം കേട്ടോ. അത് നമ്മൾ പതിച്ചടിക്കുമ്പോൾ ക്രോസ് പീസ് നൂലൊന്നും എഴുന്ന് പോകരുതല്ലോ ഒരു അരികത്തുനിന്ന്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അരികൊന്ന് മടക്കിയടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ആ പൈപ്പിങ് ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ പൈപ്പിങ് ചെയ്താൽ ഇത് കിട്ടും. 2 ഭാഗവും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്രോസ് പീസിൻ്റെ അരികെ നിങ്ങൾക്ക് അടിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അതങ്ങോട്ട് വിട്ടേക്കട്ടോ, അല്ലെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുകയോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ സെൻറ്റർ പീസിൻ്റെയും നമ്മൾ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിന്. അപ്പോൾ ഇതേ പൈപ്പിങ് ചെയ്ത പീസ് ഇതേപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. ഇതേപോലെ 2 ഭാഗത്തും നമ്മൾ
ജോയിൻ ചെയ്തെടുക്കും. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ഒന്നും അല്ല തയ്ക്കണേ, നമുക്ക് ഇടാൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്തെടുക്കണ നൈറ്റിയാണ്. അപ്പോൾ അത് നല്ല എത്ര ഫിനിഷിങ്ങിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ പൈപ്പിങ്ങിൻ്റെ അരികൊക്കെ മടക്കി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിന് ഈട് കിട്ടും. നൂലൊന്നും ഞെഴുന്ന് പോവാണ്ട് നമ്മൾ ഇട്ടാലും നൂല് പുറത്തേക്ക് തള്ളി നിൽക്കാണ്ടൊക്കെ നമുക്കത് കിട്ടും അങ്ങനെയാകുമ്പോൾ. ഇതിപ്പോൾ ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തത്, പതിച്ചടിച്ചത്. എന്നാലാണ് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ ഭാഗവും ക്രോസ് പീസിൻ്റെ ഉള്ളിലത്തെ ഭാഗവും നല്ല പതിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ യോക്ക് പീസിൻ്റെ പണി ഇത്രേ ഉള്ളൂ ഇവിടുത്തെ. ഇനി ഇത് നമുക്ക് ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യണം. അതിനാദ്യം തന്നെ ബാക്കിൻ്റെ നെക്ക് അടിച്ചെടുക്കണം. അത് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാം. ബാക്ക് നെക്കൊക്കെ അടിക്കണം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതിന് മുമ്പുള്ള നൈറ്റിയുടെ വീഡിയോയിൽ ഞാനതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഷോൾഡർ നമുക്കിതുപോലെ ആ പീസ് വെച്ച് കവർ ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ യോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് പീസുമായിട്ട് ഒപ്പം വെച്ച് കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് ഒപ്പാക്കി എടുത്തിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ. എന്നിട്ട് ബാക്ക് നെക്ക് നമുക്ക് പതിച്ചടിക്കാം. അപ്പോൾ യോക്ക് മുതലത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് യോക്കും ബോഡി പീസും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഞാനിപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല, കാരണം നെക്കിൻ്റെ പാറ്റേൺ ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കാൻ ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം നൈറ്റി നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ യോക്ക് പീസ് ഇവിടെ നമുക്ക് കംപ്ലീറ്റായി. ഇനി നമുക്ക് ബോഡി പീസ് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടി വേണ്ട ഇവിടത്തെയും പീസിൻ്റെ ഇവിടെ നിന്ന് സെൻറ്ററിൽ കൂടുതലും തന്നെ നമ്മൾ ചുരുക്കമായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടുത്തെ പീസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, തയ്യൽ തുമ്പോട് കൂടിയാണ് 7 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 6.5 ഇഞ്ച് കിട്ടും. അത് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ആ ബോഡി പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ബോഡി പീസിൻ്റെ സൈഡിൽ നമ്മളൊരു ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് കൈക്കുഴിയുടെ ബാക്കി ഭാഗമായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ചുരുക്കിടാൻ വേണ്ടി മാർക്ക് ചെയ്തെടുത്തതാണ്. നമുക്കിതിങ്ങനെ ഒന്ന് റഫായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് യോക്ക് പീസ് വെച്ച് അടിക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബാക്കും ഫ്രണ്ടും ഇതേപോലെ ചുരുക്കിട്ട് തന്നെ ഉള്ള മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എൻ്റെ പ്രോത്സാഹനം. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതിപ്പോൾ നമ്മളൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ച് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ആ കൈക്കുഴിയുടെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം വെട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ബോഡി പീസിൻ്റെ യോക്ക് പീസിന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ള ലൂസൊക്കെ നമുക്ക് ചുരുക്കായിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു ചുരുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനതവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പുറങ്ങാണി വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 2 സ്റ്റിച്ച് ഉള്ളിൽ തന്നെ കൊടുക്കാം. ഇത് ഒന്നുമില്ലെങ്കിൽ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് പുറങ്ങാണി അടിച്ചെടുക്കാം. സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്ലീവ് ഇതുപോലെയാണ് വന്നത്. ഈ ഷേപ്പിലാണ് സ്ലീവ് വന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമുക്ക് സ്ലീവും അടിച്ചെടുക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണതാണ്.
ഡബിൾ സ്റ്റിച്ചല്ല, മുകളിൽ കൂടെ പുറങ്ങാണ് ഇരിക്കുന്നത്. ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ആദ്യം അരികത്ത് കൂടെ ഒരു അടി അടിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഒരു 1/4 ഇഞ്ച് നീക്കി നമ്മളൊന്നും കൂടിയും അടിച്ചെടുക്കും. അപ്പോൾ യോക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ സ്ലീവും ജോയിൻ ചെയ്ത് സൈഡും കൂട്ടി മടക്കി അടിച്ചെടുക്കും. ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നൈറ്റിയുടെ ഫിനിഷിങ്. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒരു വള്ളി അടിച്ച് ബോ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.